മലയാള സിനിമയിൽ ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ഒരു സിനിമയാണ് തുടരും. ഇപ്പോൾ ഈ ഒരു വർഷം 2025 എന്ന് പറയുന്ന ഒരു വർഷം ലാലേട്ടനെ സംബന്ധിച്ച് നല്ല വർഷം തന്നെയായിരുന്നു. അപ്പോൾ അതിലാദ്യം എമ്പുരാൻ ഇറങ്ങി. എമ്പുരാനും പ്രതീക്ഷ പോലെ കുറേ അഭിപ്രായങ്ങളിൽ മിക്സഡ് എന്താ പറയുക റെസ്പോൺസുകളൊക്കെ വന്നെങ്കിൽ കൂടിയും അത്യാവശ്യം കളക്ഷൻ നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അത് കേട്ടാണ് തുടരും ഇറങ്ങിയത്. നമുക്കറിയാം തുടരും ജനുവരിയിൽ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നീട് മെയ് അല്ലെങ്കിൽ ഏപ്രിൽ അവസാനമാണ് റിലീസായത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സിനിമയായിരുന്നു. എല്ലാവരും ഒരു ഫീൽ ഗുഡ് പ്രതീക്ഷിച്ചു പോയിട്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ സിനിമ 100 കോടിക്ക് മുകളിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ കളക്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ കളക്ഷൻ ലോകം വെട്ടിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും മലയാള സിനിമയിലേക്ക് എന്താ പറയുക ഈ ഒരു വർഷം അഭിമാനത്തോടു കൂടി നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റിയ സിനിമകളും ഒരു കളക്ഷൻ വൈസ് ഒക്കെ തന്നെയാണ് തുടരുവും ലോകയൊക്കെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും തുടരുമിൻ്റെ ഒരു സക്സസ് മീറ്റ് എന്ന രീതിയിൽ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് ഒരു അനൗൺസ്മെൻറ്റ് എം രഞ്ജിത്ത് പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്ത് അനൗൺസ് ചെയ്തിരിക്കുന്നു. അതായത് തുടരും ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല. അവർ ഒരു പറഞ്ഞ അറിവ് വെച്ചിട്ട് രജപുത്ര പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ തരുൺ മൂർത്തി ഡയറക്റ്റ് ചെയ്യുന്നു, ലാലേട്ടൻ അഭിനയിക്കുന്നു. ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബിനു പപ്പ് തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. പക്ഷെ അതൊരിക്കലും തുടരുമിൻ്റെ സെക്കൻഡ് പാർട്ടല്ല. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചില റൂമേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടിരുന്നു. അതായത് തുടരുമിന് ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ വരുന്നു എന്നല്ല. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ചൊരു ആലോചന ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവർ ഈ ഒരു ടീം വീണ്ടും ഒന്നിക്കുക എന്ന് പറയുമ്പോൾ അത് വീണ്ടും എന്താ പറയുക നമുക്കൊരു വലിയൊരു പ്രതീക്ഷ തന്നെയാണ് തരുന്നത്. എന്തായാലും തുടരുമെന്ന് പറയുന്ന ഒരു സിനിമയോടുകൂടി ലാലേട്ടനും അതിൻ്റെ പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്തിനും ഒക്കെ ഒരു ഭയങ്കര ഒരു ഉണർവ് തന്നെയാണ്. എന്നിട്ട് ലാലേട്ടനൊക്കെ എല്ലാ വർഷവും ഹിറ്റുകൾ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ലാലേട്ടനെ സംബന്ധിച്ച് ഹിറ്റുകളിൽ ഒരു ഹിറ്റ്. പക്ഷേ അതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് തരുൺ മൂർത്തിക്കാണ് ശരിക്കും ആ ഒരു സിനിമ വലിയൊരു എന്താ പറയുക ജീവൻ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. നമുക്കറിയാം തരുൺ മൂർത്തി എന്ന സംവിധായകൻ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമയിലൂടെ 2021 വന്നു. അത്യാവശ്യം വിജയിച്ചൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞൊരു ഫീൽ ഗുഡ് സിനിമ, നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈകളിലോട്ട് എത്തിയ ഒരു സിനിമ തന്നെയാണ് തുടരും. കാരണം 2013-14 കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ എഴുത്തുകാരൻ ഈ തുടരുമിൻ്റെ കഥാകൃത്ത് KR സുനിൽ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായ അദ്ദേഹം ഇതിൻ്റെ കഥ ആലോചിക്കുകയും മറ്റ് ചില സംവിധായകർ 3, 4, 5 സംവിധായകരുടെ അടുത്ത് വന്ന്, അതായത് എം രഞ്ജിത്ത് എന്ന് പറയുന്ന നിർമ്മാതാവ് ഏറ്റെടുത്ത ശേഷം തന്നെ പല സംവിധായകരുടെ കൂടി ഇവരുന്ന് വർക്ക് ചെയ്തിട്ടും അവസാനം ഓപ്പറേഷൻ ജാവ ഇറങ്ങിയ ശേഷം തരുൺ മൂർത്തിയിലേക്ക് ആ സിനിമ എത്തുകയായിരുന്നു. അപ്പോൾ തരുൺ മൂർത്തി തുടരുമിന് മുമ്പ് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമ ആസിഫ് അലീനെ വെച്ചിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇത് ടോർപെഡോ എന്ന് പറഞ്ഞ പേരിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ബിനു പപ്പ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അത് ആസിഫ് അല്ല ഇപ്പോൾ അഭിനയിക്കുന്നത്. അതിൽ നസ്ലിനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, പിന്നെ അർജുൻ ദാസ് ഉണ്ട്, പിന്നെ ഗണപതി ഉണ്ട്. ഇവരെ വെച്ചാണ് അനൗൺസ്മെൻറ്റ് നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ജാവയുടെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓപ്പറേഷൻ ജാവയുടെ അതേ ടീം തന്നെയാണ്. അതിൽ അഭിനയിച്ച ബിനു പപ്പു ആയിക്കോട്ടെ, പ്രശാന്ത് അലക്സാണ്ടറും, ഇർഷാദ് അലിയും അവരെല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ബാലു വർഗീസും ഒക്കെ ഉണ്ട്, അതിൻ്റെ ലുക്മാനൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ പൃഥ്വിരാജും കൂടി അഭിനയിക്കുന്നുണ്ട്. അതിലൊരു പൃഥ്വിരാജ് ഒരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത് എന്നൊക്കെ കഥ കേൾക്കുന്നുണ്ട്. എന്തായാലും മറ്റ് ഡീറ്റെയിൽസൊക്കെ വരും. അപ്പോൾ എന്തായാലും തുടരുമെന്ന് പറഞ്ഞൊരു സിനിമയോട് കൂടി തരുൺ മൂർത്തിയുടെ എന്താ പറയുക തലവര മാറിയെന്ന് തന്നെ പറയാം. എന്തായാലും തരുൺ മൂർത്തിയുടെ ഇപ്പോൾ ഒരു 3 സിനിമകളാണ് ഇപ്പോൾ തരുൺ മൂർത്തിയുടെ ആയിട്ട് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ മിക്കവാറും ആദ്യം ഇറങ്ങാൻ പോകുന്നത് ടോർപെഡോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കാം ഓപ്പറേഷൻ ജാവയുടെ സെക്കൻഡ് പാർട്ടും ലാലേട്ടനായിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ. എന്തായാലും എന്താണ് നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം.